ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ കൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഒത്തിരി ദിവസമായി കൂട് നോക്കിയിട്ട്, കാരണം കൂടിനകത്തൊന്നും ഇല്ലായിരുന്നു. ഏതായാലും ഇന്ന് പയ്യെ പോയി നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടന്നു പോകണം, പിന്നെ വള്ളത്തെ പോകണം. ഏതായാലും വാ, എല്ലാം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ പോകാം നമുക്ക്. വൈകിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. രാവിലെ നല്ല അടിപ്പം മഴയും വൈകിട്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും. അതായത് നമുക്ക് കൂട് നോക്കാം. ബാ, നമ്മുടെ കൂട് ഇതാണ്. ലക്ഷമൊന്നും കാണുന്നില്ല. ഒന്നുമില്ല, പൊട്ടിക്കിടക്കാണ്. അടുത്ത കൂട് ഇതാണ്. ഇതിനൊന്നും ഇല്ലാത്ത കാരണേ ഒന്നും നോക്കുന്നൊന്നും ഇല്ലായിരുന്നു. കാരണം ആമക്കൊന്നുമില്ല. എത്തുമാത്രം ആമയൊന്നും ഇല്ല. ഒരു ചെറിയ വരാക്കണ്ണുണ്ട്, ചെറുത് തീരെ പുഴുതി. എല്ലാം പോട്ടെ. എന്തുമാത്രം ആമക്കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. കണ്ട ഒരു വരാക്കണ്ണ, കണ്ട വരാക്കണ വേണ്ട, നമുക്ക് കളഞ്ഞേക്കാം. വളരട്ടെ. ഇവിടെ വരാമോ? അടുത്ത കൂട് ഇതിനകത്ത് തന്നെ. ഇതിനകത്ത് രണ്ട് വരാം. ഒരു വരാൽ ചത്തുപോയി. ഇത് കണ്ട, ഒരു വരാൽ ചത്തുപോയി. ആമയും തിന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരാലാണ്. കൂടെ എന്തോ ആപത്ത് വന്നുകൊണ്ടാണ് മീൻ ചത്തുപോയത്. കൂടുതൽ അങ്ങനെ താണില്ല. ഇതുണ്ടോ നല്ല വരാട്ടെ. ഇതുണ്ട് ആമ നിന്ന് താമസ്. ആമക്കുഞ്ഞുങ്ങളുണ്ട്, തരാം. കണ്ടോ, 3 എണ്ണം ചെറുത്. ഇതുണ്ട്. നമുക്ക് ഒരു വരാലാണ് കിട്ടിയത്. അതൊക്കെ പുല്ലായേ, കാരണം ഈ പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ല് 2 സൈഡിലും അരവെള്ള പുല്ല. കാല് മുട്ടി. അടുത്ത കൂട്. ഇതിനകത്ത് ചേരയാന്ന് തോന്നുന്നു. ശരിക്കും തലേ നീട്ടി പിടിച്ചിട്ട് കണ്ട
പറയാനൊന്നും നോക്കണം. എന്താ അവിടെ കളിക്കുന്നുണ്ടോ? ചേരയാ. വരാലുമുണ്ട്. വരാറില്ല, ചെറിയ കാര്യമുണ്ട്. അതിനെ അഴിച്ചു വിടട്ടെ. കണ്ട അതെ കച്ച അങ്ങോട്ട് ഇതുണ്ട്. ചെറിയ കാര്യം ഇത്. ചെറിയ കാര്യം നമുക്കിവിടെ കിട്ടുന്നതല്ല. ഇതുകൊണ്ട് ഒരു വരാലുമുണ്ട്. വലിച്ചു വിട്ട് ഇതെല്ലാം പോകുന്ന കഷ്ടം. അത് പോയി കണ്ടോ, അത് പോയി. ഇനി നമുക്ക് നമ്മുടെ മീൻ എടുക്കാം. അതിനകത്ത് ചെറിയ ഇതുണ്ട്. കാരി എന്താ ചെറിയ കാര്യം അത്. വരാലും ചെറുതാണ്. ഇതെന്താ വരാല് ചെറുത്. ഈ ചെറുത് വരാലും നമുക്ക് വേണം. ഇത് ഒരാൾക്ക് മുറിവിന് വേണ്ടി കൈ മുറിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഫ്രൈ ചെയ്തോ കറി വെച്ചോ കൊടുക്കാനായിട്ട് ഇത് വേണം. ഇത്രയും എളുപ്പം വരാലേ നമുക്ക് മുറിവിന് അടിപൊളി സാധനമാണ്. പെട്ടെന്ന് ശരീരമായിട്ട് പൊരുത്തപ്പെടും. ഇത് കാല് ചെറുതാണ്, നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട് ചെറിയ കാര്യം. ഇത് കളഞ്ഞേക്കാം. ചെറിയ കാര്യം കൊണ്ട് നമ്മൾ പോയിട്ട് ഒരെണ്ണേ ഉള്ളൂ. അതും അല്ല, ഇനി അങ്ങോട്ട് കൂട് പൊക്കാൻ കിടപ്പുണ്ട്. എന്നാലും ഈ ഇത് തീരെ ചെറുതാണ്. നമുക്കിവിടെ ഈ കാര്യം വേണ്ട. വേണ്ട, അതവിടെ തന്നെ പോട്ടെ. അപ്പം നമുക്കേ നമ്മളിനി കുറച്ച് കൂടുകളുണ്ട്, ഒരു 6-7 കൂടുകളുണ്ട്. അവിടെ നോക്കാം ഏതായാലും. അതിനകത്ത് എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷ പയ്യെ പോവുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആമ കയറി കിടക്കുക. ആമയ്ക്ക് തന്നെ ചേരയും സകല സാധനങ്ങളുണ്ട്. അതാണ് ഈ കുഴപ്പം. വെള്ളമേ തീരെ ഇല്ല. വെള്ളം പോകാനും പാടാ. എന്താ വെള്ളം പോകാനും പാടാ. ഉയ്യോ, നമ്മുടെ കൂടൊക്കെ തെന്നി മാറി കിടക്കുക. കഴുതാ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴുതാ കയറി വലിച്ചു പിടിക്കുക. ചെയ്യുകയാണ് അവിടെ കിടക്കുന്ന അരികോട്. അതെ, കഴുതാ പിടിച്ചു മച്ചാന്മാരെ. കണ്ടോ, കഴുതാ പിടിച്ചിട്ടുണ്ട്. അതല്ല, അത് തന്നെ നമുക്ക് ആദ്യം പൊക്കാം. അത് തന്നെ നോക്കാം. കഴുതാ പിടിച്ചാണോ ആമ കയറുകയാണ്. എന്തായാലും നമുക്ക് പൊക്കുമ്പോൾ അറിയാം. എന്തോ സംഭവം നടന്നിട്ടുണ്ട്. എല്ലാ കൂടെ അങ്ങനെ നടക്കത്തില്ല. കഴുതാ പിടിച്ചിരിക്കുന്നു. കഴുതാ പിടിച്ചു വലിച്ചു. ഇത് കണ്ടോ, കഴുതാ പിടിച്ചിട്ടേ ഇത് കണ്ടോ. വെള്ളമില്ലാത്തതുകൊണ്ട് എത്ര ചേറ്. വെള്ളമില്ലാത്ത
വെള്ളമില്ലാത്ത കാരണം വെള്ളമൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. കൂടെല്ലാം ഇത് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ ആമ കയറി നശിപ്പിച്ചിട്ട് കൂട്. നമ്മുടെ അടുത്ത കൂട് ഇതിനകത്തും എന്തോ അനക്കമുണ്ട്. ആമയാണോ മീനാണോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതുണ്ട് വെള്ളമെല്ലാം നല്ല വെള്ളം തട്ടിപ്പോയി. ആമയാകാൻ ചാൻസ് ഇല്ല. ഒരു കാര്യമുണ്ട് വെച്ചാൽ ഒരു കാര്യമുണ്ട് പിന്നെ കാണിക്കാതെ ഇതൊന്ന് മാറ്റട്ടെ. വെള്ളാമ കണ്ടോ? നമ്മുടെ ഇവിടെ കൂട് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഇതെന്താ കാരി ആമക്കുഞ്ഞ് ഇതുണ്ട് വെള്ളാമ. എന്താ വെള്ളാമ എന്താ ഇതാണ് വെള്ളാമ. വെളുത്തിരിക്കുന്നത് പുറത്തിവിടെ. അതുള്ള ലക്ഷണം കാണുന്നില്ല. എന്നാലും നോക്കാം. വെള്ളം അങ്ങോട്ട് അടുക്കുന്നില്ല. വെള്ളമില്ലാത്ത കാരണം അതിനകത്ത് ഉണ്ട് കേട്ടോ. നീർക്കോലിയാണ്. എൻ്റെ ദൈവമാണ്. എന്താ ഭയങ്കരമാണ് നീർക്കോലി. കഷ്ടമാണ് നോക്കാൻ മൊത്തം. പട്ടി കടിക്കുന്നവർക്ക് അടിക്കും ഈ സാധനം നീർക്കോലി. നമ്മൾ കൂടൊക്കെ നോക്കി കുറച്ച് കൂടെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇനിയും പോയി അടുത്ത കൂടെല്ലാം കൊണ്ടുവരണം. കാരണം വെള്ളമില്ലാതെ അതിനകത്ത് നമ്മൾ കൂട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അപ്പോൾ ചേരയും പാമ്പൊക്കെ കയറത്തേ ഉള്ളൂ. ആമയും എല്ലാം കയറിയിട്ട് നമ്മുടെ കൂട് നശിപ്പിക്കും. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ മഴക്കാരൊക്കെ കൊണ്ട് വരുവാണ്. എന്നാലും മഴയെന്ന് പറയാൻ ശരിക്കും പെയ്യണം. പെയ്ത് കുറച്ചും കൂടെ വെള്ളം പൊങ്ങിയെങ്കിൽ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. അത് കാരണം നമ്മൾ കൂടെല്ലാം ഇനി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരാലും ഒരു കാര്യം കണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.